ഭയങ്കര ഒട്ടും സിനിമയൊന്നും ഇല്ലാതെ ഇങ്ങനെ സാഡായിട്ടിരിക്കുന്ന സമയത്ത് വന്നൊരു സിനിമയാണ്. ചേട്ടന് കഷ്ടകാലമാ. അപ്പൊ അതൊരു ട്രാൻസ്ജെൻഡറും കൂടെ ആകുമ്പോ എനിക്കത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ഇതിലൊരു മറ്റേ കിസ്സിങ് സീനൊക്കെ ഞാൻ ഇങ്ങനെ പൊളിക്കും. അങ്ങനെ അല്ല ആ സീൻ ഇപ്പൊ ഒരുപാട് ഓടുന്നുണ്ട്. അതെ അതെ, വേറെ പല ഓഡിയോ ഒക്കെ വെച്ചിട്ട്. അപ്പൊ എനിക്ക് തന്നെ കാണുമ്പോ ഒരു കുളിരൊക്കെ. ഞാൻ എന്ത് അടിപൊളിയായിട്ട് കിസ് ചെയ്തതൊക്കെ എന്തുകൊണ്ട് തലക്ക് യോജിച്ച പെണ്ണ് തന്നെ എനിക്ക് തന്നെ തോന്നും. ഞാനൊരു വലിയ സംഭവം അല്ലേ? കാസ്റ്റിംഗ് കൗച്ചുകളായിട്ട് വരുന്നവരുടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ആരും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇല്ല, ആരും എന്നോട് അങ്ങനെ ഒരു മോശമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമില്ല. അതാ നിന്റെ വിഷമം. അങ്ങനെ എന്തെങ്കിലും തരുമോ എന്നൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. നിന്നെ സമ്മതിച്ചു ആ സമ്മതിക്ക്. നീ നിന്റെ കാലൊന്നും ഞാൻ ഇത് പിടിച്ചോ, അല്ലെങ്കിൽ ഇത് പിടിച്ചോ. എന്തായാലും വളരെ മോശമായി പോയി അഭിലാഷേ, വളരെ മോശമായി പോയി. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കാം എന്താ എന്നോട് ആരും ചോദിക്കാത്തെ. അപ്പൊ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ട്. അപ്പൊ പാർട്ടി കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിക്കണമെന്നൊക്കെ. എന്താ സാറ് കാര്യം? അപ്പം ഞാൻ എനിക്കത് എന്താന്ന് അറിയണം, ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയണം എന്നിട്ട് ഞാൻ ചോദിച്ചു. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഇതായിരുന്നു നമ്മുടെ MDക്ക് അനാർക്കലി ഒന്ന് താല്പര്യമുണ്ട്. അപ്പൊ അവിടെ നിൽക്കുകയാണെങ്കിൽ പേയ്മെന്റ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പൊ ഞാൻ അപ്പൊ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഒഫൻഡഡ് ആയിട്ട് അവരോട് ദേഷ്യപ്പെടുക. എനിക്ക് ഭയങ്കര സന്തോഷം. അയ്യോ, അവസാനം ആരെങ്കിലും എന്നോട് ചോദിച്ചല്ലോ. ബെസ്റ്റ്.